നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ തെളിവെടുപ്പിന് ഹാജരാകാതെ ബാങ്ക് ഭരണസമിതി. ഒഴിവില്ലാത്ത തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴ വാങ്ങിയ സംഭവത്തിലായിരുന്നു ജോയിന്റ് രജിസ്ട്രാറുടെ തെളിവെടുപ്പ്. ഹാജരായത് ബാങ്ക് പ്രസിഡന്റും ഭരണസമിതിയിലെ ഒരംഗവും മാത്രം. വിവരങ്ങളുമായി സുലേഖ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുലേഖ, യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭരണസമിതി ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ അന്വേഷണത്തിനോട്, ജോയിന്റ് രജിസ്ട്രാർ നടത്തുന്ന അന്വേഷണത്തിനോട് സഹകരിക്കാതിരിക്കുക എന്നുള്ള മനോഭാവം തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബാങ്കിലെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങൾ അനധികൃത തസ്തിക സൃഷ്ടിച്ച ഇത്തരത്തിൽ 16 പേരിൽ നിന്ന് 2 കോടിയിലധികം രൂപ, 2.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് ഭരണസമിതിക്ക് നേരെയുള്ള ആരോപണം. ഇതിൽ ഈ ഒരു കാര്യത്തിലാണ് ഇത്തരത്തിൽ ജോയിന്റ് രജിസ്ട്രാർ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം വെച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഹാജരായതാകട്ടെ ഈ ബാങ്കിന്റെ പ്രസിഡന്റും അതിനൊപ്പം തന്നെ ഭരണസമിതിയിലെ ഒരംഗവും മാത്രമാണ്. ഇത്തരത്തിൽ ഇത് വൈകിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ ഈ തെളിവെടുപ്പിന് പോലും ഹാജരാക്കാത്ത ഒരു സ്ഥിതി, അത്തരത്തിലൊരു നിലപാട് ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പിയൂൺ അറ്റൻഡർ തസ്തികകളിൽ നിയമനം നടത്താനായി ഭരണസമിതി റാങ്ക് പട്ടിക തയ്യാറാക്കിയിരുന്നു. ഈ 2 റാങ്ക് പട്ടികയിലും, അതായത് പിയൂൺ, അറ്റൻഡർ എന്നീ 2 തസ്തികകളിലെ റാങ്ക് പട്ടികയിലും ഒന്നിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ റാങ്ക് നൽകിയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു തസ്തികകൾ റദ്ദു ചെയ്യാനും അതോടൊപ്പം തന്നെ ഭരണസമിതി എടുത്തിരുന്ന തീരുമാനങ്ങൾ അത് റദ്ദു ചെയ്തുകൊണ്ടുമുള്ള ഒരു ചെയ്യാനുമുള്ളൊരു ഉത്തരവ് അത് ജോയിന്റ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിരുന്നു. ഇതിലാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇന്നലെ ജോയിന്റ് രജിസ്ട്രാർ വിളിപ്പിച്ചത് ഈ ഭരണസമിതിയെ. പക്ഷേ ഇതിൽ ആകെ പങ്കെടുത്തത് ഈ ബാങ്കിന്റെ പ്രസിഡന്റും ഭരണസമിതിയിലെ ഒരു അംഗവും മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ അന്വേഷണം അത് വൈകിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇത്തരത്തിൽ ഈ തെളിവെടുപ്പിന് ഹാജരാകാത്ത ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയെ ആണ് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിന്റേത്. ഈ ആളുകൾ പങ്കെടുക്കാത്തത് കൊണ്ട്, തെളിവെടുപ്പിന് ആളുകൾ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ജിംഷാദ.